സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ആകാശങ്ങളെക്കാളും വലിയ തെറ്റാണോ നീ ചെയ്തത്? 7 ആകാശങ്ങളെക്കാളും വലിയ തെറ്റ് ചെയ്താലും 7 ഭൂമിയെക്കാളും വലിയ തെറ്റ് ചെയ്താലും അല്ലാഹുവിന് ആ തെറ്റാണോ അല്ലാഹുവിന്റെ മാപ്പാണോ വരുന്നത്? 7 ആകാശങ്ങളെക്കാളും 7 ഭൂമിയെക്കാളും ഉയർന്ന പർവ്വതങ്ങളെക്കാളും വലുത് നിന്റെ തെറ്റാണോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ എന്റെ തെറ്റ് 7 ആകാശങ്ങളെക്കാളും വലുതാണ്, 7 ഭൂമിയെക്കാളും വലുതാണ്, നല്ല ഉന്നതമായ ഉയർച്ചയുള്ള പർവ്വതങ്ങളെക്കാളും വലുതാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, അല്ലാഹുവിന്റെ കുർസിയാണോ നിന്റെ പാപമാണോ വലുത്? നീ ചെയ്ത തെറ്റാണോ അല്ലാഹുവിന്റെ കുർസിയാണോ വലുത്? അദ്ദേഹം പറഞ്ഞു, എന്റെ തെറ്റാണ് വലുത്. അടുത്ത ചോദ്യം ചോദിച്ചോ, അല്ലാഹുവിന്റെ അർശാണോ നീ ചെയ്ത തെറ്റാണോ വലുത്? അല്ലാഹുവിന്റെ ഹബീബേ ഞാൻ ചെയ്ത തെറ്റാണ് അല്ലാഹുവിന്റെ അർശിനേക്കാളും വലുത്. അടുത്ത ചോദ്യം ചോദിച്ചോ, നിന്റെ ദൈവമാണോ നിന്റെ റബ്ബാണോ നീ ചെയ്ത പാപമാണോ വലുത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ അല്ലാഹുവിന്റെ അഫ്വാണോ അല്ലാഹുവിന്റെ മാപ്പാണോ നീ ചെയ്ത തെറ്റാണോ വലുത് എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, അല്ലാഹുവാണ് എന്റെ തെറ്റിനേക്കാളും വലുത്, അല്ലാഹുവാണ് എന്റെ തെറ്റിനേക്കാളും വലുത്. എത്ര വലിയ തെറ്റ് ചെയ്താലും മാപ്പ് നൽകുന്നത് അല്ലാഹുവല്ലേ. എന്താണ് തെറ്റ് എന്ന് പറഞ്ഞു വരുമോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, എനിക്ക് നാണമാണ്, എനിക്ക് നാണമാണ് എന്നെ പറഞ്ഞു തരൂ, നീ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറയാണ്, നമ്മൾക്ക് അറിയുന്ന സംഭവമാണ് ഞാൻ ഒന്നുകൂടി ഉണർത്തുന്നത്, ഒന്നുകൂടി പറയുന്നത് ഓർമ്മ പുതുക്കാനാണ്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്പം ആശ്വാസം നമ്മൾക്ക് ഉണ്ടാകുമല്ലോ, അല്പം മാറ്റം നമ്മൾക്ക് ഉണ്ടാകുമല്ലോ. അതിനുവേണ്ടിയിട്ടാണ് പറയുന്നത്. ആ മനുഷ്യൻ പറയാണ്, ഞാൻ ഖബർ തോണ്ടുന്നൊരു ചെറുപ്പക്കാരനായിരുന്നു, എല്ലാ ഖബറുകളെയും 7 വർഷമായി കൊണ്ടെടുക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരാൾ ഖബർ മാടിയാടിയാൽ ആ ഖബർ അത് തോണ്ടിയെടുത്തല്ല, അവിടെ ഉറങ്ങുന്ന സമയത്ത് ആ ഖബർ നേടിയെടുത്തിട്ട് ആ ഖബറാളിയുടെ കഫൻ കൂടെ വിൽക്കുന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. അങ്ങനെ ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് ഒരു സുന്ദരിയായ ഒരു പെണ്ണ് മദീനയിൽ ലോകത്തോട് വിട പറഞ്ഞു പോവുകയുണ്ടായി. ആ പെണ്ണിനെ മറമാടി എല്ലാവരും യാത്ര തിരിച്ചു. രാത്രി എല്ലാവരും തുടങ്ങുന്ന സമയത്ത് ആ സുന്ദരിയായ പെണ്ണിന്റെ ഖബർ ഞാൻ നേടിയെടുത്തില്ലേ, ഞാൻ തേടിയെടുത്തില്ലേ, അതിന്റെ മണ്ണിലേക്ക് ആ പെണ്ണിന്റെ കഫൻ കൂടെ ഞാൻ അഴിച്ചു മാറ്റിയേ. കഫൻ കൂടെ അഴിച്ചു മാറ്റി ഞാൻ വിൽക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്തിനാണ് ഞാൻ വെറുതെ നടന്നത്? ഞാൻ ആ സുന്ദരിയായ പെണ്ണിനോട് എനിക്ക് വിധാനം തോന്നി, അത് മയ്യിത്താണെന്ന് പോലും ചിന്തിക്കാതെ ഞാൻ എന്റെ ആവശ്യം നിർവഹിച്ചത്. അങ്ങനെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. ഖബറുമാടി ഞാൻ പോകുമ്പോഴാണ് ഒരു ശബ്ദം ഞാൻ കേൾക്കാനിടയായത്. അവിടെ നിന്നൊരു ശബ്ദം കേൾക്കാനിടയായത്, അല്ലയോ ചെറുപ്പക്കാരാ, അല്ലയോ ചെറുപ്പക്കാരാ, നീ നാണമില്ലേ, നിനക്ക് നാണമില്ലേ ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ ചെറുപ്പക്കാരാ? നീ എന്താ വിചാരിച്ചത്? ഇന്ന് ഈ മയ്യിത്തുകളുടെ ഒരുപാട് അമ്പാത്തവയായ മയ്യിത്തുകൾ ഒരുമിച്ചുകൂടെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നാളെ പോകുമ്പോ എന്നെ ജനാബത്തുകാരിയാക്കിയല്ലേ ചെറുപ്പക്കാരാ? എന്നെ നീ നിർബന്ധമുള്ള ഒരു മയ്യിത്താക്കി മാറ്റിയില്ലേ ചെറുപ്പക്കാരാ? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിന് നീ സമാധാനം പറയേണ്ടി വരില്ലേ ചെറുപ്പക്കാരാ?
ഓ ചെറുപ്പക്കാരാ, അമാ തസ്തഹി, നിനക്ക് നാണം തോന്നില്ലേ, നിനക്ക് ലജ്ജ തോന്നില്ലേ? എന്താണ് നീ കാട്ടിക്കൂട്ടിയത്? എന്താണ് നീ കാട്ടിക്കൂട്ടിയത്? തറക്കനീ ഉദ്യാന, എന്നെ നീ ലജ്ജയാക്കി മാറ്റിയില്ലേ? ലജ്ജയാക്കി മാറ്റിയെന്ന് മാത്രമല്ല ജനാപത്ത് കാണിയാക്കിയില്ലേ എന്ന് ആ പെണ്ണെന്നെ വിളിച്ചു പറഞ്ഞു. അന്ന് മുതൽ എനിക്ക് പേടിയാണ് നബിയേ, അന്ന് മുതൽ ഞാൻ ആകെ വെപ്രാളത്തിലാണ് നബിയേ. ഇത് കേൾക്കേണ്ട താമസം അല്ലാഹുവിന്റെ ഹബീബ് ആ ചെറുപ്പക്കാരന്റെ തൊഴിൽ പിടിച്ച് ആട്ടി ഓടിക്കുകയാണ്. യാ ചമ്മാടിയേ, ചമ്മാടിയേ, ഓടടാ ഇവിടുന്ന്, ഓടിപ്പോകടാ ഇവിടുന്ന്, ഇവിടെ നിൽക്കരുത്. നരകത്തിന്റെ പ്രവർത്തനമാണ് നീ കാഴ്ചവെച്ചത്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് നീ പോകണമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് ആ ചെറുപ്പക്കാരന് വേദനയോട് ആട്ടി ഓടിക്കുകയാണ്. പക്ഷേ ചെറുപ്പക്കാരന് വേദന തോന്നി. ചെറുപ്പക്കാരൻ തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് പറയുകയാണ്. 40 ദിവസമാണ് കരഞ്ഞത്, 40 ദിവസമാണ് ദുആ ചെയ്തത്, 40 ദിവസമാണ് തൗബ ചെയ്തത്. അല്ലാഹുവേ എനിക്ക് പുറത്തു താ അല്ലാഹുവേ, എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹുവേ, അറിയാതെ ചെയ്തതാണ് റബ്ബേ, അനിയന്ത്രണമായി വന്നുപോയതാണ്. നീ എന്നെ ശിക്ഷിക്കുന്ന റബ്ബേ, എന്നെ ഇതിന്റെ പേരിൽ ശിക്ഷിക്കുന്ന റബ്ബേ, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് നിരന്തരമായി കരഞ്ഞ് 40 ദിവസമായപ്പോ 2 കരങ്ങളും അല്ലാഹുവേ ഉയർത്തിയിട്ട് അല്ലാഹുവോട് പറയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ പാപം നീ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബിയെ നീ അറിയിക്കണേ അല്ലാഹ്. ഈ പാപം പുറത്തു തരാൻ നീ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആകാശലോകങ്ങളിൽ നിന്ന് തീരെ പറഞ്ഞയച്ച് എന്നെ കരിച്ചു കളയണേ അല്ലാഹ്. ആകാശലോകത്തിൽ നിന്ന് ശക്തമായ തീഗോളം പറഞ്ഞയച്ച് എന്നെ ഭൂമിയിൽ വെച്ച് തന്നെ നീ കരിപ്പിച്ചു കളയണേ അല്ലാഹ്. ونجي من عذاب الآخرة ونجني من عذاب الآخرة. നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നാർ ജഹന്നമ അശദ്ദ ഹർറാ, ഭൂമിയുടെ തീയിന്റെ ചൂടല്ല നാളെ ആഖിറത്തിലുള്ള ചൂട്, ഭൂമിയിലുള്ള തീയിന്റെ ചൂടല്ല നാളെ നരകത്തിന്റെ ചൂട്. ഇവിടെ കരിഞ്ഞു പോയാലും ഇവിടെ കത്തി വിരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, അതിന്റെ ബാക്കി നിങ്ങൾ ആഖിറത്തിലേക്ക് വെക്കരുത് എന്ന് അല്ലാഹുവിനോട് കരഞ്ഞു ചെയ്തിട്ട് ഒന്നുകിൽ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, അല്ലെങ്കിൽ നീ കരിച്ചു കളയണേ എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അസ്സലാമു അലൈക്കാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു വമിൻഹുസ്സലാം വഇലൈഹി യർജിഉസ്സലാം എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ സലാം അടക്കുകയാണ്. അടുത്ത ചോദ്യം അല്ലാഹു ചോദിക്കുന്നത് അൻത ഖലഖതൽ ഖൽഖ, നീയാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? നീയാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? അല്ല, അല്ലാഹുവാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്. നീയാണോ മനുഷ്യന്മാർക്ക് ഭക്ഷണം നൽകുന്നത്? അല്ല, അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്. നിങ്ങളാണോ അടിമകളുടെ തൗബ സ്വീകരിക്കുന്നത്? നിങ്ങളാണോ? അല്ല, അല്ലാഹുവാണ് തൗബ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു നമ്മെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അടിമയ്ക്ക് പുറത്തു കൊടുത്തിരിക്കുകയാണ്, ഞാൻ മനുഷ്യന് മാപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അയാൾക്ക് മാപ്പ് നൽകണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോഴാണ് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷമായി അറിയിച്ചത്. എത്ര വലിയ ഗൗരവമാണ് കാര്യമെന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ആളെ വ്യഭിചരിക്കുന്നത് പോലെയല്ലല്ലോ മരിച്ചുപോയ മയ്യത്തിനെ വ്യഭിചരിക്കുന്നത്. അങ്ങനെ ഒരു വ്യഭിചാരം ചെയ്ത് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞുപോയ, ഉമർ തങ്ങൾ കരഞ്ഞുപോയ, പറയാൻ മടിച്ചുപോയ ഒരു പാപമാണ്. എത്ര നിസ്സാരമായിട്ട് അല്ലാഹു പുറത്തു കൊടുത്തത്, എത്ര സിമ്പിളായിട്ട് അല്ലാഹു പുറത്തു കൊടുത്തത്, എത്ര വലിയ പാപമാണത്. 7 ആകാശങ്ങളെക്കാളും വലുത്, 7 ഭൂമിയെക്കാളും വലുത്, വലിയ ഉന്നതമായ പർവ്വതങ്ങളെക്കാളും വലുത്. അല്ലാഹുവിനിക്ക് മാപ്പ് തരുക എന്ന് വിചാരിച്ച് അല്ലാഹുവേ മാപ്പ് തരണമെന്ന പ്രതീക്ഷയോടെ 40 ദിവസം കരഞ്ഞതിന്റെ പേരിലാണ് അല്ലാഹു ഞങ്ങൾക്ക് മാപ്പ് നൽകിയതെങ്കിൽ അത്രത്തോളം വലിയ തെറ്റുകൾ ചെയ്യാതെ, അത്രത്തോളം
വലിയ പാപങ്ങൾ ചെയ്യാതെ അല്ലാഹുവിന്റെ അല്ലാഹു സൃഷ്ടാവാണെന്ന് അല്ലാഹു ശിക്ഷിക്കുമെന്ന ബോധത്തോടെ അല്ലാഹു മാത്രം ആരാധിക്കുന്ന നമ്മൾ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അല്ലാഹു പാപം പുറത്തു തരാതെ നമ്മളെ കൈവടിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അല്ലാഹു മാപ്പ് തരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിറകണ്ണുകളുമായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ട സമയമാണ്. പിന്നെയാവാം എന്ന് വിചാരിക്കാതെ, നാളെയാവാം എന്ന് കരുതാതെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ട സമയമാണ്. കാരണം നമ്മുടെ എല്ലാ തിന്മകളും നന്മകളും രേഖപ്പെടുത്തുന്നുണ്ട്. വലതുഭാഗത്തും ഇടതുഭാഗത്തും രണ്ട് പേർ ഇവിടെ ഇരിക്കുന്നുണ്ട് ചില ആളുകൾ, ഇവിടെ ഇരിക്കുന്നുണ്ട് ചില ആളുകൾ. നമ്മുടെ ചുണ്ടറിയാതെ അതിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ചുണ്ടുകൾ അനങ്ങുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് മാത്രമല്ല, നമ്മുടെ ചുണ്ടുകൾ അനങ്ങുന്നത് വരെ ഈ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അറിയുമോ എന്റെ ചെറുപ്പക്കാരാ, മഹാനായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട്. ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ ജിബ്രീൽ, അല്ലാഹുവിന്റെ മലക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് എന്നോട് പറയുകയാണ്, നന്മയും തിന്മയും എഴുതി വെക്കുന്ന മലക്കുകളോട്, നന്മയും തിന്മയും എഴുതി വെക്കുന്ന മലക്കുകളോട് അല്ലാഹു പറയുമത്രേ, 40 വയസ്സാകുന്നതിന് മുമ്പ് 40 വയസ്സാകുന്നതിന് മുമ്പ് 40 വയസ്സാവാത്ത ഒരാളുടെ അതേ സമയം എഴുതി വെക്കരുത്. ഒന്ന് മയം കാണിക്കണേ, ഒന്ന് എക്സ്ക്യൂസ് നൽകണേ. 40 വയസ്സ് വരെ നന്മയും തിന്മയും എഴുതി വെക്കാതെ ഒന്നവർക്ക് സമയം കൊടുക്കണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ 2 മലക്കുകളോട് പറഞ്ഞു എന്നുള്ള സന്തോഷവാർത്ത അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്. 40 വയസ്സ് വരെ നമ്മൾ തെറ്റ് ചെയ്താൽ ഓൺ ദി സ്പോട്ട് എഴുതി വെക്കുന്നില്ല. ടൈം ടു ടൈം തെറ്റ് ചെയ്യുമ്പോൾ എഴുതി വെക്കുന്നില്ല എന്നാണ്. 3 ചാൻസ് തരുന്നതാണ്. 3 ചാൻസ് തരുന്നതാണ്. ഒരു തെറ്റ് ചെയ്താൽ 3 സമയം വരെ, 3 മിനിറ്റ് വരെ, അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ സമയം തരുന്നുണ്ട്. എഴുതി വെക്കാതെ അല്ലാഹു രേഖപ്പെടുത്താതെ നിങ്ങൾ തൗബ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പിന്മാറുന്നുണ്ടോ? ഇങ്ങനെ ഒരു റബ്ബുണ്ട്, ഇങ്ങനെ ഒരു സൃഷ്ടാവുണ്ട്. ചെയ്തു പോയത് പാപമായി പോയല്ലോ റബ്ബേ, തെറ്റായി പോയല്ലോ റബ്ബേ എന്ന് കേട്ടാൽ അല്ലാഹുവിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? ഒരു തെറ്റ് ചെയ്തിവിടെ കരഞ്ഞിട്ട് അല്ലാഹുവിനോട് മാപേക്ഷിച്ചാൽ ആ തെറ്റ് എഴുതി വെക്കാതെ മലക്കുകൾ മാറി നിൽക്കുന്നതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. 40 വയസ്സ് വരെ ഈ ഹദീസ് പറയുമ്പോ റാവി കരയുമായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തേ എന്നറിയോ? ആ റാവി, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസ് 40 കഴിഞ്ഞ ആളാണ്. 40 കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്യൂസ് ഇല്ല, 40 കഴിഞ്ഞാൽ പിന്നെ ഇളവില്ല, 40 കഴിഞ്ഞാൽ പിന്നെ ഒഴിവ് കഴിവില്ല. 40 കഴിഞ്ഞവന്റെ പാപങ്ങൾ ഉടനെ രേഖപ്പെടുത്തുന്നതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 കഴിഞ്ഞ ആളുകൾ അല്പം കൂടി ശ്രദ്ധിക്കണേ, അല്പം കൂടി ബോധവാന്മാരാകണേ. 40 കഴിഞ്ഞിട്ടും തെറ്റ് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഉമ്മമാരെ, ഉപ്പമാരെ ഒരു കാലത്ത് തസ്ബീഹമാല ജപമാല പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞിരുന്ന കൈകൾ കൊണ്ട് നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്നിട്ട്, വീടിന്റെ ഓരോ ഗസ്റ്റ് റൂമുകളിൽ ഇരുന്നിട്ട്, റൂമുകളിൽ ഇരുന്നിട്ട്, TV
ടിവിയുടെ റിമോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരെ 40 കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു ഹദീസ് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. വല്ലാതെ പേടിക്കേണ്ട ഹദീസാണത്, വല്ലാതെ പേടി തോന്നുന്ന ഹദീസാണത്. 40 കഴിഞ്ഞ ആളുകൾ ഈ ഹദീസ് കേട്ടിട്ട് പേടിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള കാഴ്ചവടുകൾ സൂക്ഷിച്ചു വേണം. ഓരോ കാഴ്ചവടുകളും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 40 വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾ, 40 വയസ്സ് കഴിഞ്ഞ ഒരാൾ അയാളുടെ തിന്മയാണ് നന്മയേക്കാൾ കൂടുതലെങ്കിൽ, നന്മ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അയാൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ, കേട്ടോ ഉമ്മമാരെ ഉപ്പമാരെ കേൾക്കണേ, രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള 14 മണിക്കൂർ വരെ നന്മയേക്കാളും കൂടുതൽ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ, സൽപ്രവർത്തനങ്ങളെക്കാളും കൂടുതൽ ദോഷങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, നന്മ കണ്ടതിനേക്കാളും കൂടുതൽ ഹറാമാണ് കണ്ടതെങ്കിൽ, നന്മ കേട്ടതിനേക്കാളും കൂടുതൽ ഹറാമാണ് കേട്ടതെങ്കിൽ, കൈകൾ കൊണ്ട്, മനസ്സുകൊണ്ട്, ചെവി കൊണ്ട്, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട്, അല്ലാഹു നൽകിയ അവയവങ്ങൾ കൊണ്ട് നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നരകത്തിലേക്ക് അയാൾ ഒരുങ്ങട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. 40 കഴിഞ്ഞിട്ടും നന്മയെക്കാളും കൂടുതൽ തിന്മയാണെങ്കിൽ അയാൾ നരകത്തിലേക്ക് ഒരുങ്ങിക്കൊള്ളട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താണ് നമ്മുടെ അവസ്ഥ? എന്താണ് നമ്മുടെ അവസ്ഥ? നല്ല ഉമ്മമാരൊക്കെ ടിവിയുടെ മുമ്പിലായി മരിച്ചു പോവാൻ, തസ്ബീഹും സലാത്തും ദിക്റൊക്കെ ചൊല്ലിയിരുന്ന ഉമ്മമാർ റിയാലിറ്റി ഷോകളും സിനിമയും സീരിയലുകളും മറ്റുള്ള ആവശ്യമില്ലാത്ത ചാനലുകൾ കണ്ട സമയം കൊല്ലുകയാണ്. രോഗിയായി കിടക്കുമ്പോൾ ടൈം പാസിന് വേണ്ടി മക്കൾ വെച്ചുകൊടുക്കുന്നത് സിനിമയാണ്, മക്കൾ വെച്ചുകൊടുക്കുന്നത് സീരിയലാണ്. എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളെ. രോഗിയായി കിടന്നിട്ട് ഒറ്റയ്ക്ക് ബോറടിക്കുന്നതിന് വേണ്ടി ഉപ്പയ്ക്ക് വേണ്ടി TV വാങ്ങിച്ചു കൊടുത്ത് സിനിമ കാണിക്കുന്ന മക്കളെയാണ്. അങ്ങനെ ആ രോഗത്തിൽ, ആ ബെഡിൽ രോഗശയ്യയിൽ കിടന്നിട്ട് ഉപ്പ മരിച്ചു പോയാൽ അവസാനത്തെ പ്രവർത്തനം ഹറാമല്ലേ? ഇന്നമൽ അഅമാലു ബിഖവാതിഹാ, ഇന്നമൽ അഅമാലു ബിഖവാതിഹാ. അല്ലാഹു ഒരാൾ നന്മയാണോ തിന്മയാണോ ചെയ്തത്, അല്ലാഹു സ്വർഗ്ഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് തീരുമാനിക്കുന്നത് അയാൾ അവസാനമായി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. അയാളുടെ അവസാനത്തെ പ്രവർത്തനമാണ് അല്ലാഹു ശ്രദ്ധിക്കുന്നത്. യൗവനത്തിൽ നിന്ന് നന്മകളൊക്കെ ചെയ്തിട്ട് അവസാനം മരിക്കുമ്പോ ഹറാമ് ചെയ്ത് മരിക്കേണ്ട ദുരവസ്ഥ വന്നാൽ, ഹറാമ് ചെയ്ത് മരിക്കേണ്ട ദൗർഭാഗ്യമുണ്ടായാൽ കാക്കട്ടെ, അല്ലാഹു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ സമയം നഷ്ടപ്പെടുത്തരുത്, ഇനിയുള്ള സമയം കളയരുത്. ഇനിയുള്ള ദിവസങ്ങളിൽ തിന്മയെക്കാളും കൂടുതൽ നന്മ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം രേഖപ്പെടുത്തുന്ന 2 മലക്കുകൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ നമ്മൾ അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണല്ലോ. എല്ലാ സമയത്തും അല്ലാഹു നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതുപോലെ അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കാൻ വേണ്ടി ചില CIDകളെ അല്ലാഹു ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, ശ്രദ്ധിക്കാൻ ചില CIDകളെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. രാത്രിയിൽ ചില മലക്കുകൾ അല്ലാഹു പറഞ്ഞേക്കുന്നുണ്ട്, രാവിലെ ചില മലക്കുകൾ അല്ലാഹു പറഞ്ഞേക്കുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് പോകുന്നത് സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തുമാണ്. സുബഹി നിസ്കരിച്ചിട്ട് ഒരു മലക്കുകൾ തിരിച്ചുപോയി, അസർ നിസ്കരിച്ചിട്ട് അല്പം ചില മലക്കുകൾ തിരിച്ചുപോയി. എന്നിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ അല്ലാഹു ചോദ്യം ചെയ്യുന്നുണ്ട് ഈ നാട്ടുകാരെ കുറിച്ച്. ഈ നാട്ടുകാരെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താ തൃപ്പൂട്ടുകാർ ചെയ്യുന്നത്?
അപ്പോഴാണ് മലക്കുകൾ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ എന്റെ അടിമകളെ കണ്ടതെങ്ങനെ ഭൂമിയിൽ പോയി വന്നതല്ലേ? എല്ലാ ദിവസവും മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. ഒരു മലക്കുകൾ ഇറങ്ങുന്നത് സുബഹിയുടെ സമയത്താണ്. നേരെ പള്ളിയിലേക്കാണ് വരുന്നത്. അവര് തിരിച്ചു പോകുന്നത് അസ്റിനാണ്. അസ്ർ നിസ്കാരത്തിന് പള്ളിയിൽ പങ്കെടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ചില മലക്കുകൾ വരുന്നത് അസ്റിനാണ്, പള്ളിയിലേക്കാണ് വരുന്നത്. അവര് തിരിച്ചു പോകുന്നത് സുബഹി നിസ്കരിച്ചിട്ടാണ്. അല്ലാഹുവോട് മലക്കുകൾ പറയാണ് ഞങ്ങൾ വരുമ്പോൾ അവർ നിസ്കരിക്കുകയാണ്. സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ തൃപ്പങ്ങോട്ടുകാര് പള്ളിയിലാണ്. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോ തൃപ്പങ്ങോട്ടുകാര് പള്ളിയിലാണ്. അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ മലാക്കുമാര് പറയുമ്പോ സുബഹിയുടെ സമയത്ത് മനോഹരമായി ശീകരിച്ച മുറിയിൽ ബ്ലാങ്കറ്റിനകത്ത് പുതച്ചുറങ്ങിയ മക്കളെ എന്താണ് അല്ലാഹുവോട് മലക്ക് പറയാ? കടന്നു വന്ന ആളുകളെ കുറിച്ച് പറയൂല പള്ളിയിൽ നിസ്കരിക്കാണെന്ന്. പള്ളിയിൽ പോയ ആളുകൾ പേരടക്കം പറയും, ഇന്നാലും നാളെ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ, ഞാൻ തിരിച്ചു വരുമ്പോഴും അവർ പള്ളിയിലാണ്. ചില ആളുകളോ ഞാൻ സുബഹിക്ക് വരുമ്പോൾ പൊതുപ്പിനുള്ളില്ല, ബെഡ്റൂമില്ല, വൈകുന്നേരം അസ്ർ നിസ്കരിച്ച് വരുമ്പോൾ അവർ ഗ്രൗണ്ടില്ല, പള്ളിയിൽ കണ്ടിട്ടില്ല. അല്ലാഹു നിരീക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി മലക്കുകൾ സുബഹിയുടെ സമയത്തും അസ്റിന്റെ സമയത്തും പറഞ്ഞേക്കുന്നുണ്ട്. അതുമാത്രമല്ല പ്രത്യേകക്കാരായ മലക്കുകളെ ആഴ്ചത്തോറും അല്ലാഹു പറഞ്ഞേക്കുന്നുണ്ട്. എല്ലാ ആഴ്ചകളിലും ആദം സന്തതികളുടെ അമലുകൾ അല്ലാഹുവിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും. ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ്. ഇന്ന് വ്യാഴാഴ്ച കഴിഞ്ഞ രാത്രിയാണ്. നാട്ടിൽ എന്താ ഇന്നത്തെ രാത്രി? വെള്ളിയാഴ്ച രാത്രി, വ്യാഴാഴ്ച രാത്രി. ഇന്നത്തെ രാത്രി നിങ്ങളാണ് എന്താ പറയുന്നത്? വെള്ളിയാഴ്ച രാത്രി. നമ്മുടെ കാസർഗോഡുകാരൊക്കെ സെയിം ആണല്ലേ? മലപ്പുറത്തുകാരെ പറയും വ്യാഴാഴ്ച രാത്രി. തിങ്കളാഴ്ച രാത്രി മലപ്പുറത്തുകാരെ പറയും ഞായറാഴ്ച രാത്രി. ദാറുദയിൽ ഒരു സ്വലാത്തുണ്ട്, ദുആഉണ്ട്. പിന്നെ ഞായറാഴ്ച സ്വലാത്ത് എന്ന് പറയും. അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോ ഈ രാത്രി അല്ലാഹു ചില മലക്കുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തിന്? നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ മലക്കുകളൊക്കെ ഇറങ്ങി അവർ തിരിച്ചുപോയി നമ്മുടെ നന്മകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അല്ലാഹു ചില ആളുകൾക്ക് കാരുണ്യം ചെയ്യും. അല്ലാഹുവിനോട് കാരുണ്യം ചോദിക്കുന്ന ആളുകൾക്കെല്ലാം കാരുണ്യം ചെയ്യും. അല്ലാഹു പാപമോചനം തേടുന്ന ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് ഈ രാത്രി അല്ലാഹു മാപ്പ് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ചില ആളുകൾ അവരുടെ അമലെ അല്ലാഹു നോക്കുകയില്ല. അവരുടെ നിസ്കാരം അല്ലാഹു ശ്രദ്ധിക്കില്ല. അവരുടെ ഒരു ഇബാദത്തും അല്ലാഹുവിന് വേണ്ട. അവരാരാണ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അവരിൽ പെടുന്നുണ്ടോ? എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ച രാത്രികളും നമ്മുടെ നന്മകൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോയി അല്ലാഹു എല്ലാം ശ്രദ്ധിക്കുമ്പോൾ ചില ആളുകൾ, ചില വ്യക്തികൾ അവരുടെ നന്മയെ കുറിച്ച് മലക്കുകൾ പറയുമ്പോ മനുഷ്യനല്ലേ മാറ്റിവെക്കും. അത് മെയിൻ ചെയ്യണ്ട, അത് മാറ്റിവെക്കും. ആരാണവർ? പാലവെക്കുന്ന, പകയുള്ള, വിദ്വേഷമുള്ള, പിണങ്ങി നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന, ചൊടിച്ചു നിൽക്കുന്ന ഒരാളുടെ നന്മയും അല്ലാഹു നോക്കുകയോ അല്ലാഹു ശ്രദ്ധിക്കുകയോ ചെയ്യില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്.